Hello and welcome to our next video, which is difference between research methods and research methodologies. ഇത് MSO 02-ൻ്റെ ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് റിസർച്ച് എന്താണെന്ന് നോക്കാം. റിസർച്ച് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വൺസ് ചോസൺ സബ്ജക്റ്റ് ഫോർ അറൈവിങ് അറ്റ് ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ കൺക്ലൂഷൻ. സപ്പോസ് നമുക്ക് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ അറിയാം, അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയോ അല്ലെങ്കിൽ പുതിയതായി നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയോ ഏതുമാകാം, അതിനു വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു റിസർച്ചിനെ സയൻറ്റിഫിക് ആണെന്ന് പറയണമെങ്കിൽ അതിന് ഒരു മെത്തേഡ് ഉണ്ടാവണം, ഒരു ലോജിക് ഓഫ് ഇൻവെസ്റ്റിഗേഷനും ഉണ്ടാകണം. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്പെസിഫിക് മെത്തേഡ്, അല്ലെങ്കിൽ ആ റിസർച്ച് ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളൊരു റിസർച്ചിനെ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുള്ളൂ. ഹെൻസ് ഫോർ റിസർച്ച് ദർ ഷുഡ് ബി എ മെത്തേഡ് ഫോളോഡ് ആൻഡ് സ്റ്റഡി ഓഫ് ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് മെത്തഡോളജി. അപ്പം റിസർച്ച് നടത്തണമെങ്കിൽ അതിനൊരു മെത്തേഡ് വേണം. ആൻഡ് ആ മെത്തേഡിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ നമ്മളതിനെ മെത്തഡോളജി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫോർ എ മെത്തേഡ് ഇസ് സപ്പോസ് ഒരു റിസർച്ച് നടത്താൻ വേണ്ടി നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഇനി എങ്ങനെ ആ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ സർവേ എങ്ങനെയായിരിക്കണം, സർവേക്കകത്ത് ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് സമയത്താണ് സർവേ നടത്തേണ്ടത്, എപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ ഫോർമാറ്റ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. സോ റിസർച്ച് നടത്താൻ വി നീഡ് എ മെത്തേഡ്. ആ മെത്തേഡിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സ്റ്റഡി നടത്തുന്നതെന്നാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മെത്തേഡ് ആൻഡ് മെത്തഡോളജി. Okay, to see definition of a research method, we can say that it's the tool or technique that is used for conducting research, irrespective of whether the research belongs to physical or social science or any other discipline. ഏത് ഡിസിപ്ലിൻ ആയാലും, സോഷ്യൽ സയൻസിൻ്റെ റിസർച്ച് ആയാലും, സയൻറ്റിഫിക് റിസർച്ച് ആയാലും, സൈക്കോളജിക്കൽ റിസർച്ച് ആയാലും, ഏത് റിസർച്ച് ആണെങ്കിലും ആ പെർട്ടിക്കുലർ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ടെക്നീക്കിനെ നമ്മൾ റിസർച്ച് മെത്തേഡ് എന്ന് പറയും. ഇറ്റ് ക്യാൻ ബി എ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്. സയൻറ്റിഫിക് റിസർച്ചിനാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റനെയർ, സർവേ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ് that we conduct for social sciences is also a research method. Research methods has basically three parts. One is collection and description of data. രണ്ടാമത്തേത് techniques used for establishing a statistical relation between the variables. ഓരോ ഡേറ്റ കളക്ഷനിലും നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസ് കാണും. ലൈക്ക് സപ്പോസ് ഏജ് കാണും, ജോബ് കാണും, അങ്ങനെ പല ക്രൈറ്റീരിയസ് ഉണ്ടാവും. അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ മെത്തേഡ്സ് യൂസ് ടു ഇവാലുവേറ്റ് ദ റിലയബിലിറ്റി, വാലിഡിറ്റി. ഈ കിട്ടിയ റിസൾട്ട്സിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. സോ ബേസിക്കലി ഒരു റിസർച്ച് മെത്തേഡിന് ഈ മൂന്ന് പാർട്സ് ഉണ്ടായിരിക്കണം. Next is the definition of research methodology. The research methodology is a way to study the various steps that are generally adopted by a researcher in studying his research problems systematically. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഡെഫിനിഷൻ തന്നെ, മെത്തേഡിൻ്റെ സ്റ്റഡി നമ്മൾ പറഞ്ഞു. ഫോർ കണ്ടക്ടിങ് എ സർവേ there should be a method. For conducting a research there should be a method. ആ മെത്തേഡിനെ പറ്റിയുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. So whenever we choose a research method, we must justify why we prefer this particular method over the others. ഒരു റിസർച്ചിന് നമ്മൾ ഒരു മെത്തേഡ് ചൂസ് ചെയ്താൽ നമ്മളത് ജസ്റ്റിഫൈ ചെയ്യണം, എന്തിനാണ് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. Now let's see the basic differences between them. Method. In method, we try to understand what did the researcher use to complete his research. A research complete ചെയ്യാൻ റിസർച്ചർ എന്ത് ടൂളാണ് ഉപയോഗിച്ചത്, അതിനെയാണ് നമ്മൾ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറാസ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ വി ഫോക്കസ് ഓൺ ഹൗ ഡിഡ് ദ റിസർച്ചർ കംപ്ലീറ്റ് ഹിസ് സ്റ്റഡി. അതിൽ മെത്തേഡ് മാത്രമല്ല, എങ്ങനെ, ക്വസ്റ്റനെയർ ആണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റനെയർ, ഇൻ്റർവ്യൂ ആണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഡ് ഹി ആസ്ക്, അങ്ങനത്തെ മെത്തേഡിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ മെത്തഡോളജിയിൽ നടത്തുക. ദെൻ മെത്തേഡിൽ research methods are like end of a scientific or a non-scientific research. For example, when we have a research in the end point in the it's like the method. If I am conducting a survey,
And when I conduct the survey, that particular research method survey is complete. So that's kind of end of a scientific research, whereas methodology is just the beginning of any research, because before starting a research, we analyze what method is to be used, what all questions need to be asked. So it's actually the start of a research. The research method aims at finding solutions to the research problem, whereas methodology ensures the employment of correct procedure to solve the problem. Method just focus on getting the result. ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളൊരു എയിം മാത്രമേ ഉള്ളൂ. പക്ഷേ മെത്തഡോളജി മേക്ക് ഷുവേഴ്സ് ദാറ്റ് കറക്റ്റ് പ്രൊസീജിയർ ഇസ് ഫോളോഡ്. അതായത് സപ്പോസ് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യാൻ പോയാൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് അവരോട് ചോദിച്ചാൽ ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവ് അവർക്കുണ്ടാകില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവോ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫീസിബിൾ. സോ അങ്ങനത്തെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറയുന്നത്. മെത്തേഡ് ഇസ് ജസ്റ്റ് എയിംസ് അറ്റ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ, പക്ഷേ മെത്തഡോളജി എൻഷുവേഴ്സ് ദാറ്റ് കറക്റ്റ് പ്രൊസീജിയർ ആണോ ഫോളോ ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നത് മെത്തഡോളജിയാണ്. So that's the basic differences between method and methodologies. This is an important topic. Thank you.